ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സമയം ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് രാവിലെ. പിന്നെ ഞാനൊരു ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പുട്ടുണ്ടാക്കുവാണ് ഞാൻ. അമ്മ ഇന്ന് അമ്മ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാനാണ് അടുക്കളയിലുള്ളത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അടുക്കളയിൽ കയറി ഉണ്ടാക്കുകയുള്ളൂ. അമ്മ പോകുന്ന സമയത്ത് അമ്മ പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി അടുക്കള എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ വാഴയില പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് എവിടെയൊക്കെ ഉണ്ട് ഇവർ വിശക്കുന്നതുകൊണ്ട് ഞാൻ അപ്പാട് കുറച്ച് പുല്ലെല്ലാം പറിച്ചു കൊടുത്ത്. നിനക്ക് തിന്നാനല്ലേ ഇത്, അപ്പോൾ ഈ പുല്ല് എന്നോടോ. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വാഴയില കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കാൻ കഴിയും. ഞാൻ പിന്നെ തേങ്ങയെല്ലാം ചിരണ്ടി വെച്ച്, പിന്നെ ഞാൻ ഇങ്ങനത്തെ അപ്പച്ചട്ടിയിലാണ് പുട്ടുണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പുള്ളൊന്നും ഇല്ല, വലിയ റിസ്ക് ഒന്നുമില്ല. എളുപ്പത്തിൽ ചടപടേന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ചോറിന് അരി ഇടണം. പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. പുട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. എന്താണെന്ന് വെച്ചാൽ പതിയെ നിങ്ങൾ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ മണിക്കട പോയി. അമ്മ വീട്ടിലാക്കാൻ ഇപ്പോൾ പണിത്തിരക്ക്. സുഹൃത്തുക്കളെ, ഇച്ചിരി പേസ്റ്റും കൊടുത്ത് വെക്കാൻ പറഞ്ഞാൽ പുട്ടും ബീട്രൂട്ട് അച്ചാറും എടുത്തു. നല്ല കോമ്പിനേഷനാണ്. നല്ല അച്ചാർ. എല്ലാം എടുത്തിന്. നല്ല അച്ചാറിലടാ ബീട്രൂട്ട്. കറണ്ട് പോയി. വലിയ സാമ്പാർ വെക്കാൻ പോകണം സുഹൃത്തുക്കളെ. പിന്നെ ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും കൂടെ ഏതോ സീരിയലിലെ കഥയും പറഞ്ഞിട്ട് ഭയങ്കര പച്ചക്കറി ഏരിയയിലായിരുന്നു. അങ്ങനെ സാമ്പാർ വെക്കാനുള്ള പരിപാടിയാണ്. അതെയാ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല. പിന്നെ പരിപ്പ് കറി പോലത്തെ കറിയാണ് വെച്ചത്. പിന്നെ അതിന് ഇട്ട് കഞ്ഞിയെല്ലാം വാർത്ത് വെച്ച്. പിന്നെ മുളക് ചമ്മന്തി ഇറക്കാം. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ചിട്ട് കാണാം ഗായ്സ്. ഇത് കപ്പേൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ചോറിൻ്റെ കൂടെയും അടിപൊളിയായിരിക്കും. കപ്പേൻ്റെ കൂടെ സൂപ്പറായിരിക്കും. ഡൺ ഗായ്സ്. ഞാൻ നേരത്തെ സാമ്പാറിന് അരവ് ചേർക്കാൻ പോവാണ്. വെളിച്ചെണ്ണക്കകത്ത് ഇങ്ങനെ പൊടിയിട്ട് അങ്ങനെ വഴറ്റിയിട്ട് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് വീഡിയോ എടുത്തിനോന്നും ഞാൻ ഓർക്കുന്നില്ല. വെട്ടി കഴിഞ്ഞ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എല്ലാം കുഞ്ഞൊക്കെ എടുത്തോണ്ടേ ഞാനെടുത്ത വീഡിയോസൊക്കെ ഏതോ വഴിക്കാണെല്ലാം തപ്പി ഞാൻ എടുത്ത് ഒന്നിച്ചാക്കുവാണ്. 9 മണിയായിട്ടുണ്ട്. ഇനി അലക്കും കൂടെ കഴിഞ്ഞ് എൻ്റെ പകുതി പണി കഴിഞ്ഞ് അലക്കിയിട്ട് വരാം.
അലക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചെന്നാൽ മുയലിൻ്റെ പുല്ലും കൂടെ പറിച്ചിട്ട് പോകാമെന്ന്. പുല്ലിന് അധികം പൊക്കമില്ലാത്തതുകൊണ്ട് പറിക്കാൻ ഒരു സുഖമില്ലായിരുന്നു. നല്ല കുഞ്ഞു കുഞ്ഞു പുല്ലായിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എൻ്റെ പൊന്നേ, അങ്ങനെ മുയലും കൂട്ടിന് പൂരം പറിച്ച്. കുഞ്ഞു മുയലാണ്, എൻ്റെ തക്കട് മോൻ. നമ്മളാടെയൊക്കെ ഇച്ചിരി ചീര നട്ടിട്ടുണ്ട്. അപ്പം അതിന് വെള്ളം ഒഴിക്കാൻ വന്നതാണ്. മുളച്ചിട്ടൊന്നുമില്ല, 2 ദിവസമായി നട്ടിട്ട്. വന്നപ്പോൾ ആടുന്ന് പറമ്പത്തു നിന്ന് ഒരു 3-4 അടക്ക കിട്ടി. പിന്നെ വിരിച്ചിടാം. നല്ല അത്യാവശ്യം വെയിലുണ്ട്, നല്ല ഇളം വെയിൽ. 2 പുതപ്പും കൂടെ അലക്കിയിടാണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന വെയിലുണ്ടെങ്കിൽ അതും കൂടെ അലക്കിയിടാന്ന്. ഞാൻ പിന്നെ പോയിട്ട് അതും കൂടെ അലക്കിയിട്ട ഗൈസ്. അലക്കി കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുമാണത്. പിന്നെ നമ്മൾ അലക്കിയെല്ലാം കഴിഞ്ഞ് അയ്യോ മടുത്ത ഗായ്സ്. അതിൻ്റെ ഒന്നും വെള്ളം പോയിട്ടില്ല, ഒറ്റക്കൊന്നും ആവുന്നില്ല പിഴിയാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയോ പൈപ്പിൽ കുളത്തിയിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ടാ കുഞ്ഞു. ഡേ മൈ ലൈഫടാ. കുഞ്ഞു ആനിമി മാത്രം കാണുന്നുണ്ട്, ഇതൊന്നും അറിയില്ല. പണിയെല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുവാണ് ഗായ്സ്. അലക്കിയിട്ട് എൻ്റെ കൈ പുകയുന്നു. ഒന്നും അറിയില്ല, സോപ്പ് എന്തോ ഭയങ്കര പുകച്ചത്. കൈയൊക്കെ വരണ്ടി പോയി എൻ്റെ കൈയൊക്കെ. കുറച്ച് എണ്ണ നോക്കണം. ഇവിടെ എൻ്റെ യൂട്യൂബിന് പറ്റി നല്ല പേര് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു സ്റ്റാർ വേ അല്ലേ കുഞ്ഞു? ഒരു രസമുണ്ടോ? സ്റ്റാർ വേൻ്റെ വാലെന്തെങ്കിലും വേണമെന്നുണ്ടോ? പക്ഷെ എന്ന് ഇടുവോ ഒന്നും സെറ്റാകുന്നില്ല. പിന്നെ ഇവൻ പറയുന്ന വ്യൂ ഇടാൻ വേണ്ടി ഗെയിമെല്ലാം കളിച്ചിടാൻ വേണ്ടിയിട്ട്. അയ്യോ എൻ്റെ യൂട്യൂബാണ് ഡൗൺ ആയിപ്പോയിരിക്കുക. അലക്കെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് മുറ്റടിച്ച് വാരാനുണ്ടെങ്കിൽ മുറ്റമെല്ലാം അടിച്ച് വാരി കൊടുക്കുകയാണ് ഞാൻ. പിന്നെ ജനലിൽ നല്ല സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ വരുന്നുണ്ട്, നല്ല രസമുണ്ടേനു. വെറുതെ ഇരിക്കുവാണ് ഗായ്സ്. ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ടാവും. നെറ്റും ഇല്ല, നെറ്റ് ഓഫറും തീർന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പം ഞാൻ ഗാലറിയിലൊക്കെ ഇങ്ങനെ കയറി നടക്കുവാണ്. ഇതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ച് ബാക്കി ഇന്നലെ ഇൻഷോട്ടൊക്കെ ഇരുന്ന് കയറ്റിക്കൊണ്ട് അതിൻ്റെ അതിപ്പോൾ എഡിറ്റ് ചെയ്യും എനിക്ക്. അങ്ങനെ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ് ഗായ്സ്. നെറ്റില്ലാത്തതുകൊണ്ട് ഓരോ ബുക്കിലെടുത്ത് വായിച്ച് നോക്കും. അയ്യോ നമുക്ക് ഇതിനകത്തുള്ള GK ക്വസ്റ്റ്യനൊക്കെ എടുത്തിട്ട് നമുക്ക് സ്റ്റാപ്ലർ അടിച്ചിട്ട് ഇങ്ങനെ ബുക്കാക്കാൻ പറ്റുമോ നമുക്ക് ചെയ്ത് നോക്കാം. വലിയ കാര്യത്തിന് എടുത്തു വെക്കുന്നുണ്ട്. ഞാൻ പഠിച്ചാൽ മതിയായിരുന്നു. ഷോ അല്ലാണ്ട് എന്നാ പറയാല്ലേ. അങ്ങനെ ഇതെല്ലാം കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കി ഓരോ പേപ്പറിലൊക്കെ ബുക്കിലൊക്കെ ഒട്ടിച്ച് വെക്കണമെന്നുണ്ട്. നമുക്ക് എത്ര ആകുന്നു ഇതൊക്കെ പഠിക്കണം കാര്യം. ഞാൻ വെറുതെ ഒട്ടിക്കുന്ന ഒന്നും പഠിക്കുന്നൊന്നും വലിയ ഇവിടെ വീട്ടിലിരുന്നിട്ട്. എനിക്ക് എഴുതാൻ മടിയായതുകൊണ്ടാണ് ഒട്ടിക്കാന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടിക്കുമ്പോൾ പഠിക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല. നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു കാരണം നമുക്ക് ഒട്ടിക്കാണ്ട് ഇപ്പുറത്തും അപ്പുറത്തെല്ലാം ഉണ്ട്. അത് നമുക്ക് ഒട്ടിക്കൽ നടക്കത്തില്ല. ഞാൻ വിചാരിക്കും ഇതൊക്കെ നമുക്ക് എഴുതാം. എനിക്ക് എഴുതാൻ ഭയങ്കര മടിയാണ്, എന്നാലും നമുക്ക് എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എഴുതാമെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ ഇത്രയും ഉണ്ട്, ഇതെങ്ങനെയും ഒതുക്കി ഇങ്ങനെ ഷോർട്ട് നോട്ടാക്കി അങ്ങനെ ആക്കലാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. എങ്ങനെയും ആക്കി എടുക്കണം ഗൈസ്. നമുക്ക് ശ്രമിച്ച് നോക്കാം. തൊണ്ടക്കൊരു കരകരപ്പ് പോലെ. അയ്യോ അതെന്താ ക്യാമറ ചെയ്യുന്നത്? തൊണ്ടക്കൊരു കരകരപ്പ് പോലെ ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തേന് ഒഴിക്കുകയാണ്. നല്ല രസമാണ് ഇങ്ങനെ തോന്നുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഇടക്കിടക്ക് ഞാനിങ്ങനെ കഴിക്കും. അടിപൊളി സാധനം.
കുറച്ചുകൂടി ഒഴിക്കണം. കൊള്ളാം, സൂപ്പർ. ഞാൻ ഇച്ചിരിയും കൂടെ തേൻ ഒഴിച്ചു, അപ്പം കുറച്ചും കൂടെ രസമുണ്ടാവും. തിന്നോക്കാം ഗൈസ്. സൂപ്പർ, നല്ലുണ്ട്. ഗൈസ്, കുഞ്ഞു പൂച്ചനും കൊണ്ടുവന്നത്. അതെങ്ങോട്ട് പോകുന്നത്? എങ്ങോട്ട്? തത്തുരുവേ. നല്ല തേങ്ങ. ഇനി ചോറ് തിന്നണം. അപ്പം നമുക്ക് ഒരു മുട്ട പൊരിക്കാം. അപ്പം നല്ല പച്ചമുളക് കുനുകുനാന്ന് അരിയണം. പച്ചമുളകും ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളകും കൂടെ പൊടിച്ചിടണം നമുക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് നല്ല എരിവ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാമ്പാറുണ്ട്. പിന്നെ ടി വിയും കണ്ട് ചോറ് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. ഇപ്പം സമയം ഒരു 1:30 ആയിട്ടുണ്ട്. കുറച്ച് നേരം സിനിമയെല്ലാം കണ്ട് 5 മിനിറ്റ് ഉറങ്ങിപ്പോയി ഗൈസ്. കുറച്ച് മുകളിൽ പുല്ലെല്ലാം പറിച്ചു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ. ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടോയെന്ന് അറിയില്ല. ഞാനെയും വിളിക്കുന്നു വിചാരിക്കുന്നു. വീണ്ടും മുകളിൽ പുല്ല് പറിക്കാൻ വേണ്ടി ഇറങ്ങി. ഇനിയും കുറച്ചും കൂടെ പറിക്കണം. വൈകുന്നേരത്തേക്കുള്ളത് പറിക്കണം നമുക്ക് പോയിട്ട്. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ടാവും. അയ്യോ എന്തൊരു ഉറക്കമാണോ. അയ്യോ വീണ്ടും ഉറങ്ങിപ്പോയി കുറച്ച്. ഞാൻ അമ്മ വീട്ടിൽ നിന്ന് ഇച്ചിരി കപ്പളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കഴിക്കുവാണ്. ഇനി കൈകൊട്ടി കളിക്ക് പോകണം പ്രാക്ടീസിന്. അങ്ങനെ ഒരുങ്ങിയും കഴിഞ്ഞു ഗൈസ്. ഇനി പോയാൽ മതി. ചായ കുടിയും കഴിഞ്ഞിട്ട് കൈകൊട്ടി കളിക്ക് പോകണം. നല്ല കപ്പളം കേട്ടോ, നല്ല രസമുണ്ട് തന്നെ. വൈകുന്നേരം 5 മണിയായി. അപ്പോൾ പിന്നെ വീണ്ടും ചായ കുടിച്ചു. ഞങ്ങൾ ചായ കുടിക്കുവാണ്. ആരും വന്നിട്ടില്ല. ഒരാൾ പുറത്ത് വെക്കുന്നുണ്ട്. ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. അയ്യോ. പിന്നെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 8 പേരും വട്ടം കൂടി ഇന്ന് ചായ കുടിക്കുകയാണ്. ഇതൊരു ഒന്നൊന്നര വൈബാണ് ഈ ചായ കുടി എന്ന് പറഞ്ഞ സമയം. കൈകൊട്ടിക്കളീൻ്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണേ. നമുക്കൊരു ഹാഫ് മൂണിനെ കണ്ട ഗായ്സ് നല്ലതായിട്ട് ഒരു 3 സ്റ്റാർ ആദ്യമായിട്ട് എൻ്റെ ഫോണിൽ ഇത്ര ഇങ്ങനെ കാണുന്നത്. എടോ ഒന്ന് ഫോട്ടോ. ആ ഹാഫ് മൂണിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ കടയിൽ കയറി കുറച്ച് സാധനം മേടിച്ച് വീട്ടിലെത്തി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കസിൻ സിസ്റ്റർ ചിക്കൻ കറി വെക്കുകയാണ്. വറുത്തരച്ച ചിക്കൻ കറിയാണ്. എനിക്കിവിടെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ചിക്കൻ കറിയും പൊറോട്ടയുമാണ് ഇന്ന്. വറുത്തരച്ച ചിക്കൻ കറി ആയിട്ടുണ്ട്. ആ തേങ്ങേൻ്റെയും ആ ഏലക്കായൻ്റെയും പൊന്നേ നല്ല മണം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു മണം കേട്ടപ്പോൾ തന്നെ.
പിന്നെ രണ്ടാൾക്ക് കഴിക്കാനുള്ള രണ്ട് പൊറോട്ടയും ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറി എല്ലാം സെറ്റായി. പൊറോട്ട നമ്മൾ നല്ല വൃത്തിക്ക് ചൂടാക്കിയെടുത്തു. സൂപ്പർ. സമയം ഒരു 10:20 രാത്രി. പിന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് സാരി സെറ്റാക്കണം. ചായ കുടിക്കാൻ വേണ്ടി പോകണം. നമ്മൾ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും. നമ്മൾ ചായ കുടിക്കാം. പാല് കുറച്ച് ബാക്കിയുണ്ട്. ഉറക്കം വന്നിട്ട് കാണുന്നില്ല ഗൈസ്. 11 മണി പണ്ടാരൊന്നും ആവുന്നില്ല. സാരിയൊക്കെ സെറ്റാക്കി വെച്ച് നമ്മളിനി പല്ല് തേക്കാൻ പോവാണ്. 12 മണി ആകാനായി. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 12 മണി ആകാനായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ഗായ്സ്.